ഹായ് നമസ്കാരം. മേമലക്കാരൻ്റെ മറ്റൊരു വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇടാൻ കാരണം അറിയോ, ഫേസ്ബുക്കിലൂടെ എൻ്റെ വീഡിയോയും പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മനസ്സിലാക്കി എനിക്ക് ഇൻഡിപെൻഡൻ്റ് ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പുള്ളിയെ നമുക്കൊരു പരിചയപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് മറ്റു വിശേഷത്തിലേക്ക് പോകാം കേട്ടോ. ഇതാണ് എൻ്റെ ചങ്ക്. എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഇപ്പോൾ തപ്പിയാലറിയാം. കമൻറ്റിലൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരിട്ട് കാണുന്ന അവിടെ വന്ന് കാണണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ എന്തോ നിമിത്തം കൊണ്ട് ഇവിടെ എത്തി അല്ലേ? സത്യമായിട്ട് ഭയങ്കര ഭാഗ്യമാട്ടോ. ഓക്കെ, എന്നാൽ പേര്? എൻ്റെ ഒരു ഫിന്നി എന്ന് പറയും. ഞാനിവിടെ വളവോടിന് അടുത്ത് 2 കിലോമീറ്റർ മാറി കുമരികുളം എന്ന സ്ഥലത്ത് KPM ഫിഷ് ഫാം എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ബൈച്ചേട്ടനെ വിളിച്ചു. ബൈച്ചേട്ടൻ രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ സ്ഥാപനമൊക്കെ ഒന്ന് കാണിക്കാനും. ഇവിടെ ഒരു ഒറ്റമരം പാറ എന്ന് പറഞ്ഞ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. 12 കിലോമീറ്റർ പോയ വാഗമൺ അല്ലേ? വാഗമണിലാണ് നമുക്ക് മുട്ടക്കുന്നുകളും അഡ്വഞ്ചർ പാർക്കും ഗ്ലാസ് ബ്രിഡ്ജും മെഡോസും തങ്ങൾപ്പാറ അങ്ങനെയുള്ള പൈൻ വാലി അങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. ഇപ്പോൾ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് തേക്കടിയോ അല്ലെങ്കിൽ മൂന്നാറോ അല്ല, വാഗമണ്ണാണ് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള റൂംസ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. നല്ല ഫുഡ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല ക്ലൈമറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ട്രക്കിംഗ് ഒക്കെ നിസ്സാര പൈസയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണിത്. ഇതാണ് നമ്മുടെ സ്ഥാപനത്തിലെ മാനേജറാണ്. ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്കുള്ളത് സ്വിമ്മിംഗ് പൂള്, വാട്ടർഫോള്, ബോൺസായ് ഗാർഡന്, പാർക്ക്, ഫാം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരാൾക്ക് 50 രൂപയാണ് ഈടാക്കുന്നത് എൻട്രി ഫീസ്. പിന്നെ നമുക്ക് കൊട്ടവഞ്ചി സർവീസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് 10,000 വെറൈറ്റി കോഴിക്കാർപ്പ് ഫിഷ് കിടക്കുന്ന ഒരു പോണ്ടിനകത്താണ് കൊട്ടവഞ്ചി പോകുന്നത്. അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ അടുത്ത ഏരിയയിൽ അങ്ങനത്തെ ഒരു സംവിധാനങ്ങളില്ല. അത് കോഴിക്കാർപ്പ് മീനിന് ഫീഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കയ്യിൽ സക്ക് ചെയ്യുന്നതാണ്. അത് നല്ലൊരു അനുഭവമാണത്. എങ്ങനെയുണ്ട് ചേട്ടാ? എനിക്ക് കാരണം ഇങ്ങനെ നമ്മൾ മീനുകളെ പിടിക്കണോ അല്ലെങ്കിൽ അല്ലേ? അതെ, ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചിയുടെ ഡ്രൈവർ അല്ലേ? കൊട്ടവഞ്ചി കയറണമെങ്കിൽ എത്ര രൂപ വരും? ഒരാൾക്ക് 100 രൂപ. ഒരാൾക്ക് 100 രൂപ. ഈ കാലം ചിക്കൻ എന്ന് പറഞ്ഞ ടൈപ്പാണ്. അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ എനിക്ക് ഒരു ഊഹം അനുസരിച്ച് കേരളത്തിൽ നമ്മൾ മാത്രം സാധനം ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ മാത്രം സാധനമുള്ളൂ. കാരണം നമ്മുടെ സ്പെഷ്യൽ മസാല, സ്പെഷ്യൽ കൂട്ട് കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ മാത്രം ഈ താലിക്കാരൻ ചിക്കൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നുള്ളൂ. അത് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ഒന്ന് ചോദിച്ച് മേടിച്ച് കഴിക്കണം. എത്ര തിരക്കാണെങ്കിലും ചേട്ടാ, ഇപ്പം ഒരു അരമണിക്കൂർ താമസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നിങ്ങൾ കഴിക്കുന്നതിനകത്ത് ഒരു മോശവും പറയാനില്ല, ഒരു ബുദ്ധിമുട്ട് പറയാനില്ല. അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. അത് മസ്റ്റ് ട്രൈ ആണ്. ട്രൈ ചെയ്യണം. മെയിൻ ഷെഫാണ്. ഇത് നമ്മുടെ അടുത്തൊരു ഷെഫാണ്. നമ്മൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ പൊള്ളിച്ചത് മീൻ ഫ്രൈ ആണ്. നമ്മുടെ ഫാമിൽ തന്നെ മീനാണ് നമ്മൾ പിടിച്ചത് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് പൊറോട്ട, ചപ്പാത്തി, കപ്പ മീൻകറി, കപ്പ ബിരിയാണി, ഫ്രൈഡ് റൈസ് ഐറ്റംസ്, പിന്നെ ചോറ്, ചോറ്, പൊടിയരിയുടെ ചോറ്, തമിഴ്നാടിന് വേണ്ടി പൊടിയരി ചോറ്, സാധാരണ ചിക്കൻ ചോറ്, പിന്നെ ബിരിയാണി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ആവശ്യപ്പെടുന്ന എന്ത് ഫുഡാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ തയ്യാറാക്കി കൊടുക്കണം. ലൈവാണ് ഇവിടെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊണ്ടല്ലേ. നമ്മളിവിടുത്തെ മെയിൻ രഞ്ജു ചേച്ചിയുടെ മോളൊരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിൻ്റെ പടമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. രതീഷ് എന്ന് പറയുന്ന ഒരാളാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചായയോ സ്നാക്സോ വല്ല ഓർഡർ ചെയ്യുവാണ് അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരു സംവിധാനം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. കണ്ടതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. കുറേ അറിവുകളും കുറേ കാഴ്ചകളും നമ്മളോട് പങ്കുവെച്ച് അപ്രത്യക്ഷമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു അല്ലേ?